ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. കലാകാരന്മാരും കരകൌശല വിദഗ്ധരും മനുഷ്യരാശിയുടെ ക്രിയാത്മക പ്രതിനിധികളാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ 68,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യം ആഗോള സാമ്പത്തിക ശക്തിയായി മാറാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപകീർത്തിപ്പെടുത്തൽ ക്രിമിനൽ കുറ്റമായി നിലനിർത്തണമെന്ന് ശുപാർശ ചെയ്ത് ദേശീയ നിയമ കമ്മീഷൻ. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനാനിയെ പിടികൂടി കർണാടകയിലെത്തിച്ചു. ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ. ISL ഫുട്ബോളിൽ ഒഡീഷ FCയോട് പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. വാർത്തകൾ വിശദമായി. കലാകാരന്മാരും കരകൌശല വിദഗ്ധരും മനുഷ്യരാശിയുടെ ക്രിയാത്മക അംബാസഡർമാരാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിയാനയിലെ ഫരീദാബാദിൽ 37ാമത് സൂരജ് കുണ്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ്സ് മേള 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുടെ സമ്പന്നമായ കലാപാരമ്പര്യം കാത്തുസൂക്ഷിച്ച കലാകാരന്മാരെയും കരകൌശല വിദഗ്ധരെയും ശ്രീ മുർമു അഭിനന്ദിച്ചു. 50ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മേള ഈ മാസം 18 വരെ തുടരും. ഇന്നും നാളെയുമായി ഒഡീഷയും അസമും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ന് ഒഡീഷയിലെ സാമ്പൽപൂരിൽ 68,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. ഒഡീഷയിലെ ഊർജ്ജോൽപാദന മേഖലയിൽ നിർണായകമായ നിരവധി പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കുന്നത്. കൽക്കരി മന്ത്രാലയത്തിന് കീഴിലുള്ള നെയ്വേലി ലിഗ്മെന്റ് കോർപ്പറേഷന്റെ 27,000 കോടി രൂപ ചെലവ് വരുന്ന തലവിര തെർമൽ പവർ പ്രോജക്ടിന്റെ ശിലാസ്ഥാപനവും ഇതിൽ ഉൾപ്പെടുന്നു. നാളെ അസമിലെ ഗുവാഹട്ടിയിൽ 11,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. ദക്ഷിണേഷ്യൻ ഉപമേഖലാ സാമ്പത്തിക സഹകരണ ഇടനാഴി കണക്ടിവിറ്റിയുടെ ഭാഗമായി 38 പാലങ്ങൾ ഉൾപ്പെടെ 43 റോഡുകൾ നവീകരിക്കുന്നതിനുള്ള 3,400 കോടി രൂപയുടെ പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോൺഫറൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നീതി നിർവഹണത്തിലെ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഫ്രാൻസിലെ പാരീസിൽ നടന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രശസ്തമായ ഈഫൽ ടവറിൽ വെച്ച് UPI ഔദ്യോഗികമായി ആരംഭിക്കുന്നത് കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ആഗോളതലത്തിൽ എത്തിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കി. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള മികച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്നും ഉടൻ തന്നെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി രാജ്യം മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. 2047 വികസിത ഭാരതമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് മൊബിലിറ്റി മേഖല നിർണായക പങ്കുവഹിക്കുമെന്നും വ്യക്തമാക്കി. രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും ഗതാഗത മേഖലയുടെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാണിതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ലക്ഷ്യം കൈവരിക്കുന്നതിന് ഈ മേഖലയിലെ അവസരങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കണമെന്നും ശ്രീ മോദി വാഹന വ്യവസായ മേഖലയോട് അഭ്യർത്ഥിച്ചു. എക്സ്പോ ഓട്ടോമോട്ടീവ് മേഖലയിലെ രാജ്യത്തിന്റെ കഴിവ് എടുത്തുകാട്ടുന്നു. എക്സ്പോയിലൂടെ മൊബിലിറ്റി മേഖലയെയും മുഴുവൻ വിതരണ ശൃംഖലയെയും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കാർ വിൽപ്പന ഇപ്പോൾ എല്ലാ റെക്കോർഡുകളും തകർത്തു മുന്നേറുന്നു. തന്റെ സർക്കാരിന്റെ വേഗവും കൃത്യതയും രാജ്യത്തെ ഗതാഗത മേഖലയുടെ നിർവചനത്തെ മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. ഗതിശക്തി പരിപാടിക്ക് കീഴിൽ സംയോജിത ഗതാഗതത്തിന് ഊന്നൽ നൽകി മേഖലയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യാത്രക്കിടെ ഡ്രൈവർമാർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും എല്ലാ ദേശീയപാതകളിലും ശൌചാലയങ്ങൾ നിർമ്മിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഈ ഖാരിഫ് വിപണന സീസണിൽ സർക്കാർ 600 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരണം പൂർത്തിയാക്കിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇതിലൂടെ 75 ലക്ഷം കർഷകർക്ക് 1,30,000 കോടിയിലധികം രൂപ താങ്ങുവില ലഭിക്കും. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സംഭരണം ആരംഭിച്ചത്. മാർച്ചിൽ ആരംഭിക്കുന്ന റാബി സീസണിൽ പരമാവധി ഗോതമ്പ് സംഭരണം നടത്താൻ തയ്യാറെടുക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു.
ക്രിമിനൽ അപകീർത്തി നിയമം എന്ന വിഷയത്തിലുള്ള റിപ്പോർട്ട് 22ാമത് നിയമ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. അപകീർത്തി സംബന്ധിച്ച വകുപ്പ് ക്രിമിനൽ കുറ്റമായി നിലനിർത്തണമെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു. മാന്യതയ്ക്കുള്ള അവകാശം അനുച്ഛേദം 21 പ്രകാരം ജീവിക്കാനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാന്യതയ്ക്കുള്ള അവകാശം വ്യക്തിഹത്യയ്ക്കും മാനഹാനിക്കുമെതിരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ അഭിപ്രായം. അപകീർത്തിയുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര നിയമ മന്ത്രാലയം നിയമ കമ്മീഷനോട് ആവശ്യപ്പെടുകയായിരുന്നു. നിയമത്തിന്റെ ചരിത്രം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായുള്ള ബന്ധം, വിവിധ കോടതി തീരുമാനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പാർലമെന്റിൽ തുടക്കമായി. ലോക്സഭയിൽ BJP MP ഹീന ഗവിത് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. വനിതകളുടെയും കർഷകരുടെയും പാവപ്പെട്ടവരുടെയും യുവജനങ്ങളുടെയും ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ അവർ സഭയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ED പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തതായി കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗൊഗോയ് ചർച്ചയിൽ ആരോപിച്ചു. കേരള നിയമസഭയിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളമുണ്ടായി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. CMRL കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയ സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ MLA നോട്ടീസ് നൽകിയത്. വയനാട് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇന്നലെ പുലർച്ചെ മുതൽ ഭീതി പരത്തിയ തണ്ണീർക്കൊമ്പനെ രാത്രിയോടെ പിടികൂടി. ദൌത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ മയക്കുവെടിവെച്ച് പിടികൂടിയ ആനയെ കർണാടക വനംവകുപ്പിന് കൈമാറി. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ദൌത്യസംഘം തണ്ണീർക്കൊമ്പനെ മയക്കാൻ ആദ്യ വെടിവെച്ചത്. തുടർന്ന് 2 മയക്കുവെടികൾ വെച്ചെങ്കിലും രാത്രി 9 മണിയോടെയാണ് തണ്ണീർക്കൊമ്പൻ മയങ്ങിയത്. കഴിഞ്ഞ മാസം കർണാടക വനംവകുപ്പ് പിടികൂടിയ റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ വിട്ട തണ്ണീർക്കൊമ്പനാണ് 200 കിലോമീറ്ററോളം സഞ്ചരിച്ച് വയനാട്ടിൽ എത്തിയത്. ഇന്ത്യ മാലദ്വീപ് ഉന്നതതല കോർ ഗ്രൂപ്പിന്റെ 2ാമത് യോഗം ന്യൂഡൽഹിയിൽ നടന്നു. നിലവിലുള്ള വികസന പദ്ധതികളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതുൾപ്പെടെ ഉഭയകക്ഷി സഹകരണം സാധ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. മാലദ്വീപിലെ ജനങ്ങൾക്ക് ആരോഗ്യ, മാനുഷിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇന്ത്യൻ വ്യോമയാന സഹകരണം തുടർന്നും പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനവും കൈക്കൊണ്ടതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉന്നതതല കോർ ഗ്രൂപ്പിന്റെ അടുത്ത യോഗം മാലെയിൽ നടത്താൻ ധാരണയായി. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് പിന്തുണയ്ക്കുന്ന ഇറാഖിലെയും സിറിയയിലെയും വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ US സൈന്യം ഇന്നലെ വ്യോമാക്രമണം നടത്തി. കഴിഞ്ഞ ആഴ്ചയിൽ ജോർദാനിലുണ്ടായ US സൈന്യത്തിനെതിരായ ഡ്രോൺ ആക്രമണത്തിനുള്ള പ്രതികരണമായാണ് നടപടി. 2022 ഫെബ്രുവരിയിൽ നടന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈൻ നൽകിയ പരാതിയിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. വംശഹത്യാ നിയമം മറയാക്കിയാണ് റഷ്യ ആക്രമണത്തെ ന്യായീകരിക്കുന്നതെന്നും കോടതിയുടെ നിരീക്ഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും യുക്രൈൻ വ്യക്തമാക്കി. ഇസ്രായേൽ ഗാസ വിഷയത്തിൽ വെസ്റ്റേൺ നയങ്ങൾ ആശങ്കാജനകമെന്ന് വിവിധ US, യൂറോപ്യൻ പ്രതിനിധികൾ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനത്തിലേക്കും വംശഹത്യയിലേക്കും നയിക്കുന്നതാണ് നയങ്ങളെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. US, UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ 11 രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരും പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ സൌത്ത് ആഫ്രിക്കയിൽ നടന്ന കളിയിൽ നേപ്പാളിനെ 132 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ സെമി ബർത്ത് ഉറപ്പിച്ചത്. ചൊവ്വാഴ്ച നടക്കുന്ന സെമിയിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ISL ഫുട്ബോളിൽ ഒഡീഷ FCയോട് പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. 1-2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി. ഇതോടെ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് 3ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യ ദിനം മത്സരം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 336 റൺസ് എന്ന നിലയിൽ. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 179 റൺസുമായി യശസ്വി ജയ്സ്വാളും 5 റൺസുമായി രവിചന്ദ്രൻ അശ്വിനുമാണ് ക്രീസിൽ. ഇംഗ്ലണ്ടിനായി ഷോയിബ് ബാഷിർ, റെഹാൻ അഹമ്മദ് എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. രാവിലെ 9:30 2ാം ദിനമായ ഇന്ന് കളി പുനരാരംഭിക്കുക. 4ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് ഇന്നലെ ലഡാക്കിലെ ലേയിൽ തുടക്കമായി. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ഇത്തവണത്തെ ഗെയിംസ് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരും ലഡാക്കും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കലാകാരന്മാരും കരകൌശല വിദഗ്ധരും മനുഷ്യരാശിയുടെ ക്രിയാത്മക പ്രതിനിധികളാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ 68,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും.
രാജ്യം ആഗോള സാമ്പത്തിക ശക്തിയായി മാറാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപകീർത്തിപ്പെടുത്തൽ ക്രിമിനൽ കുറ്റമായി നിലനിർത്തണമെന്ന് ശുപാർശ ചെയ്ത് ദേശീയ നിയമ കമ്മീഷൻ. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനാനയെ പിടികൂടി കർണാടകയിലെത്തിച്ചു. ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ. ISL ഫുട്ബോളിൽ ഒഡീഷ FC-യോട് പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.